അന്നപൂർണ സ്തോത്രത്തിൽ 10ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ക്ഷത്രത്രാണകരീ മഹാഭയകരീ മാതാ കൃപാസാഗരീ സർവാനന്ദകരീ സദാശിവകരീ വിശ്വേശ്വരീ ശ്രീധരീ ദക്ഷാക്രന്ദകരീ നിരാമയകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരീ. സർവാനന്ദകരീ, എല്ലാവർക്കും ആനന്ദത്തെ ചെയ്യുന്നവൾ. സദാശിവകരീ, എപ്പോഴും മംഗളത്തെ ചെയ്യുന്നവൾ അഥവാ സദാശിവനെ ചെയ്യുന്നവൾ. താത്പര്യം ശക്തിയുക്തനാകുമ്പോഴാണ് ശിവൻ കാര്യത്തെ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം സ്പന്ദിക്കാൻ പോലും ശക്തനല്ല. അതുകൊണ്ട് സദാശിവനെ ചെയ്യുന്നവളെന്നും പറയാം. തുടർന്ന് വിശ്വേശ്വരി, ഈ പദം നേരത്തെയും നമ്മൾ ശ്രദ്ധിച്ചതാണ്. വിശ്വത്തെ മുഴുവൻ ഈശനം ചെയ്യുന്നവൾ, വിശ്വത്തിന് മുഴുവൻ ഈശ്വരിയായവൾ, നിയാമക ശക്തി ഭാവത്തോടു കൂടിയവൾ എന്നർത്ഥം. വിശ്വം എല്ലാമാണ് സൃഷ്ടി സ്ഥിതി പ്രളയ ഭാവങ്ങളെല്ലാം ചേർന്നത്, അഥവാ ഊർധ്വ മധ്യമ അധോലോകങ്ങളെല്ലാം ചേർന്നത്. വിശ്വം സമസ്തമാണ്. അപ്പോൾ വിശ്വം എന്നുള്ളതിന് ലോകം എന്നർത്ഥമെടുക്കാതെ വിശ്വം എന്നുള്ളതിനെല്ലാം എന്നർത്ഥമെടുത്താൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൾ, എല്ലാത്തിനെയും ഈശനം ചെയ്യുന്നവൾ വിശ്വേശ്വരി. ശ്രീധരി, ശ്രീയെ ഐശ്വര്യത്തെ ധരിക്കുന്നവൾ, സകലർക്കും സകല ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നവൾ ശ്രീധരി. ദക്ഷാക്രന്ദകരീ, ദക്ഷനെ നശിപ്പിച്ചവൾ. ഇവിടെ ദക്ഷനെ നശിപ്പിച്ചവൾ എന്ന് പറയുമ്പോൾ ദക്ഷയാഗത്തെ നശിപ്പിച്ചവൾ എന്നെടുക്കണം. ദക്ഷയാഗനാശത്തിന് നിമിത്തമായി തീർന്നവൾ. അവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആശയം, ദക്ഷപുത്രിയായ ദാക്ഷായണി സതി ദക്ഷയാഗത്തിന് നാശം ചെയ്യുന്നവളായി തീർന്നു, അഥവാ അതിന് നിമിത്തമായി തീർന്നു. സതി ഒരു യാഗത്തെയും നശിപ്പിച്ചിട്ടില്ല. പക്ഷേ സമ്പ്രദായ വിരുദ്ധമായി, ധർമ്മവിരുദ്ധമായി സ്വന്തം അച്ഛൻ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ, അതിനാൽ അപമാനിതയായപ്പോൾ സ്വയം യോഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചു. അതോടുകൂടി ശിവഭൂതഗണങ്ങൾ ദക്ഷയാഗത്തെ നിശേഷം നശിപ്പിച്ചു, ദക്ഷനെയും ശിരച്ഛേദം ചെയ്തു. താത്പര്യം, സ്വന്തം അച്ഛനായാൽ പോലും ധർമ്മവിരുദ്ധമായ പ്രവർത്തനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സമ്പ്രദായ വിരുദ്ധമായ പ്രവർത്തനം ചെയ്യുമ്പോൾ, ശ്രദ്ധാവിരുദ്ധമായ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെ നശിപ്പിക്കുന്നവളായി ദേവി സ്വയം തീരുകയാണ്. ഇത് ശ്രദ്ധേയമായ ഒരാശയമാണ്. ആരെന്നുള്ളതല്ല, എന്തെന്നുള്ളതാണ് മുഖ്യം. എന്ത് ചെയ്യുന്നു? ഹവിർഭാഗങ്ങൾ സർവർക്കും സമർപ്പിക്കുമ്പോൾ നിയമങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ശിവനുള്ള ഹവിർഭാഗം നൽകാത്തത്, അത് ഒരു വ്യവസ്ഥയെ ലംഘിക്കലാണ്. ആ വ്യവസ്ഥയെ ലംഘിക്കുന്നതിലൂടെ ശിവനെ അപമാനിക്കാനാണ് ദക്ഷൻ ശ്രമിച്ചതെന്നുള്ളത് വേറെ വിഷയം. എന്നാൽ വ്യവസ്ഥ അവിടെ ലംഘിക്കപ്പെടുമ്പോൾ ആ യാഗമേ നശിപ്പിക്കപ്പെടുന്നു. അതിന് ഹേതുഭൂതയാകുന്നവൾ ദക്ഷാക്രന്ദകരീ നിരാമയകരീ. ആമയം രോഗമാണ്, ആമയം ദുഃഖമാണ്. അപ്പം നിരാമയം എന്ന് പറഞ്ഞാൽ സർവദുഃഖരഹിതമായ അവസ്ഥ, സർവരോഗരഹിതമായ അവസ്ഥ, സ്വാസ്ഥ്യം, സ്വസ്ഥത എന്ന് പറയാം. ഈ സ്വാസ്ഥ്യത്തെ നൽകുന്നവൾ, രോഗരഹിതമായ ദുഃഖരഹിതമായ ഭാവത്തെ നൽകുന്നവളാരോ അവൾ നിരാമയകരീ. ഇങ്ങനെ ദേവീനാമങ്ങളെ പറഞ്ഞിട്ട്
എല്ലാ ശ്ലോകങ്ങളിലും ഉള്ളതുപോലെ തന്നെ തുടരുകയാണ്. കാശീപുരാധീശ്വരി, കാശീപുരത്തിന് അധീശ്വരിയായിട്ടുള്ളവൾ. കാശീപുരത്തിന് നാഥൻ വിശ്വനാഥനാണ്. ആ വിശ്വനാഥൻ്റെ പത്നി കാശീപുരാധീശ്വരി, അല്ലെങ്കിൽ വിശാലാക്ഷി ഭാവത്തിൽ കാശീപുരത്തിന് അധീശ്വരിയായിട്ടുള്ളവൾ. അതുമല്ലെങ്കിൽ കാശീപുരം ഈ ശരീരം തന്നെയാണ്, ആത്മഭാവത്തിൽ ഈ ശരീരത്തെ സംരക്ഷിക്കുന്നവൾ. കൃപയ്ക്ക് അവലംബം ആയിട്ടുള്ളവൾ അഥവാ കൃപയെ അവലംബിക്കുന്നവൾ. അമ്മ, സകല ജഗത്തിനും അമ്മയായവൾ. അന്നപൂർണേശ്വരി. ഇത്രയും നാമങ്ങൾ, ദേവീനാമങ്ങൾ പറഞ്ഞ ശേഷം ഭിക്ഷാം ദേഹി. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തോടുകൂടെ അന്നപൂർണ സ്തോത്രത്തിൽ സമാന ഭാവത്തിൽ രചിക്കപ്പെട്ട 10 ശ്ലോകങ്ങൾ കഴിയുകയാണ്. ഈ 10 ശ്ലോകങ്ങളിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്, സാധാരണ നമ്മളൊരാളോട് പ്രാർത്ഥിക്കുമ്പോൾ പേര് വിളിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുക, സംബോധന ചെയ്തിട്ട്. എന്നാൽ ഇവിടെ ഒന്നുപോലും സംബോധനയില്ല, എല്ലാം ദേവീനാമങ്ങളെ പറയുകയാണ്. അപ്പോൾ ദേവീനാമങ്ങളെ ചൊല്ലിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ഭിക്ഷു, ആ ഭിക്ഷു ഭിക്ഷാടനം ചെയ്യുന്ന വാക്യങ്ങളാണ് ഭിക്ഷാം ദേഹി എന്നുള്ളത്. അല്ലാതെ ദേവിയോട് ഭിക്ഷയ്ക്ക് യാചിക്കുകയല്ല. ഇതിനു മുമ്പ് നമ്മൾ ഗിരിജാദശകം എന്ന് പ്രസിദ്ധമായ അന്നപൂർണ സ്തോത്രം പഠിച്ചിരുന്നു. അവിടെ ദേവിയോടാണ് ഭിക്ഷയ്ക്ക് യാചിക്കുന്നത്, ദേവിയെ സംബോധന ചെയ്തിട്ടാണ് ഭിക്ഷയ്ക്ക് യാചിക്കുന്നത്. ഇവിടെ ഒന്നുപോലും സംബോധനയില്ല. അപ്പോൾ ഭിക്ഷാടനം ചെയ്യുന്ന ഭിക്ഷു നാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു സന്ദേശം ഇവിടെ നൽകപ്പെടുന്നു. പ്രാർത്ഥന ഭിക്ഷാം ദേഹി എന്നുള്ളത്. ഇങ്ങനെ സമാന സ്വഭാവത്തിലുള്ള 10 ശ്ലോകങ്ങൾ പൂർത്തിയാവുകയാണ്. തുടർന്ന് 2 ശ്ലോകങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം.